വളരെ ഉന്നതമായ ജനാധിപത്യത്തിന്റെ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം പോസിറ്റീവായി ക്രിയേറ്റീവായി കണ്ടുകൊണ്ട് ഒരു തേർഡ് റേറ്റ് പൊളിറ്റിക്സിലേക്ക് ഒരു കാരണവശാലും പോവാത്ത രീതിയിൽ എം സ്വരാജ് എന്നുള്ളൊരു കാൻഡിഡേറ്റും അതിനോട് ചേർന്ന് നിൽക്കുന്ന എൽ ഡി എഫ് ക്യാമ്പയിനും, അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേച്ചർ ഉണ്ട്, നമുക്കറിയാം. ഒരുപക്ഷെ എന്താ പറയാ, പന്നിക്കെണി വിവാദത്തിൽ അന്ന് രാത്രി ഉണ്ടാക്കിയ ഇടപെടൽ ഒഴികെ ത്രൂ ഔട്ട് വളരെ ഡീസന്റ് ആയി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. പക്ഷെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങിയ പിന്നെ എന്താ പറയാ KPCC സോറി രമേശ് ചെന്നിത്തലയും VD സതീശനൊക്കെ പറഞ്ഞ ജൂനിയർ MLA മാരും കൊച്ചുകുട്ടികളൊക്കെ കാണിച്ച കുറെ കോപ്രായത്തരങ്ങൾ ആ ഒരു സ്റ്റേച്ചറിന് അല്ലാത്ത രീതിയിലാവുകയും ചെയ്ത് ഇലക്ഷൻ കാണുന്ന ആളുകൾ ഇങ്ങനെ ആവണം തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ആവണം ഡിസ്കോസ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളിൽ LDF എന്നുള്ളത് നിലമ്പൂർ ഇലക്ഷൻ കോണ്ടെക്സ്റ്റിൽ ആളുകളുടെ ഇവാലുവേഷനിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി 2000 വോട്ടിനാണോ 3000 വോട്ടിനാണോ 4000 വോട്ടിനാണോ ആരാണ് ജയിക്കുക എന്നുള്ളത് ഇതിന്റെ അകത്തുള്ള സെക്കൻഡറി കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വർഗീയ ശക്തികൾക്കെതിരെ കർശനമായ നിലപാടെടുക്കേണ്ടതിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകളും ഈ രണ്ട് സംഗതികളും വെച്ച് മാത്രമാണ് LDF അവിടെ ഇലക്ഷൻ നേരിട്ടുണ്ടായിരുന്നത്. UDF പതിവ് പോലെ എല്ലാവിധ ആയുധങ്ങളും അത് നാളെ എന്ത് കുഴപ്പമുണ്ടാക്കും, എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും, കോൺഗ്രസിന്റെ പ്രിൻസിപ്പിളിനെ എത്രത്തോളം എതിരാവുമെന്നൊന്നും ആലോചിക്കാതെ അതിഭീകരമായിട്ടുള്ള സ്ട്രാറ്റജിയിൽ മാത്രം ഊന്നിയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു.